ഏകദേശം 2 സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ക്ഷേത്രം. 108 ദിവ്യദേശങ്ങളിൽ ഒരു ക്ഷേത്രം. വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമനമൂർത്തി ക്ഷേത്രം. അതാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഇന്ത്യയിലെ തന്നെ ചുരുക്കം ചില ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നായ വാമനമൂർത്തി ക്ഷേത്രം കേരളത്തിൽ കൊച്ചിയിലെ തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഓണവുമായുള്ള ഐതിഹ്യ ബന്ധമുള്ളതിനാൽ തീർത്ഥാടകരെ കൂടുതൽ ആകർഷിക്കുന്നു. തൃശൂർ എറണാകുളം ഹൈവേ, സീപോർട്ട് എയർപോർട്ട് റോഡ്, കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയ്ക്കിടയിൽ നഗരമധ്യത്തിൽ നിന്ന് 10 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. തൃക്കാക്കര എന്നാൽ തിരു കാൽ കര എന്നാണ്. പരശുരാമൻ സ്ഥാപിച്ചതായി പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ വാമന പ്രതിഷ്ഠയാണ് ഉള്ളത്. ബ്രാഹ്മണനായ അസുര രാജാവ് മഹാബലിയുടെ മേൽ കാൽവയ്ക്കാൻ തയ്യാറെടുക്കുന്ന ഭഗവാൻ വാമനന്റെ രൂപത്തിലാണ് വിഗ്രഹം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൽ കീഴിലാണ് ഈ ക്ഷേത്രം. ഭഗവതി, ശാസ്താവ്, ഗോപാലകൃഷ്ണൻ, നാഗബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ. പുറത്ത് ഒരു ആൽദേവത, സർപ്പക്കാവ് എന്നിവയ്ക്കൊപ്പം ബ്രഹ്മരക്ഷസിന്റെ അമ്പലവും ഉണ്ട്. അകത്ത് ചുവരുകൾക്ക് ചുറ്റും ചുറ്റുവിളക്കെന്ന് വിളിക്കപ്പെടുന്ന ആയിരക്കണക്കിന് വിളക്കുകളുടെ ഒരു പരമ്പരയാണ്. അസുരരാജാവായ മഹാബലി സമർത്ഥനും ജനകീയനുമായിരുന്നു. ബലിയുടെ രാജ്യം ഭൂമി പാതാളവും കടന്ന് ആകാശത്തെ നോട്ടമിട്ട് ബലിയുടെ വളർച്ച കണ്ട് ദേവന്മാർ ആശങ്കുലരായി. ഭഗവാൻ വിഷ്ണു വാമനന്റെ അവതാരത്തിൽ മഹാബലിയോട് 3 അടി വീതിയുള്ള ഒരു ഭൂമി ആവശ്യപ്പെട്ടു. ഉദാരനായ മഹാബലി രാജാവ് ഈ ആഗ്രഹം അനുവദിച്ചു കൊടുത്തു. തുടർന്ന് വാമനൻ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുകയും 3 ലോകങ്ങളിലൂടെ മുന്നേറാൻ ഭീമാകാരമായി വളരുകയും ചെയ്തു. ആദ്യ ചൂടോടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും 2ാമത്തേത് ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്കും കാലെടുത്തു വെച്ചു. 3ാമത്തെ കാൽ എവിടെ വയ്ക്കും എന്ന ആശങ്കയോടെ വാമനൻ നിന്നപ്പോൾ ബലിരാജാവ് ഉടൻ തന്റെ തലയിൽ കാൽ വയ്ക്കുവാൻ അനുവദിച്ചു. ഉടൻ വാമനൻ കാൽ തലയിൽ വയ്ക്കുകയും ബലിയെ പാതാളത്തിൽ താഴ്ത്തുകയും ചെയ്തു. ബലിരാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം വാമനൻ തന്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ തന്റെ ദേശം സന്ദർശിക്കാൻ മഹാബലിയെ അനുവദിച്ചു. ഈ ദിവസമാണ് ഓണമായി ആഘോഷിക്കുന്നത്. ഇതാണ് കപിലതീർത്ഥ കുളം. ഈ കുളം ഓണാഘോഷ വേളയിൽ വിഗ്രഹത്തിന്റെ ആറാട്ടുകുളിക്ക് പതിവായി ഉപയോഗിക്കുന്നു. ഈ സ്ഥലത്താണ് അസുര രാജാവായ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.